കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായതിൽ അടിയന്തര റിപ്പോർട്ട് തേടി ഗവർണർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ VC-ക്ക് നിർദ്ദേശം നൽകി. രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുത്തതോടെ ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് സർവകലാശാലയിൽ എത്തിയ KS അനിൽകുമാർ പറഞ്ഞു. നാടിന്റെ സ്വത്താണ് സർവകലാശാലയെന്നും എല്ലാം ശാന്തമായി പോകണമെന്നും അനിൽകുമാർ പ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി ഗവർണറാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തിൻ്റെതാണെന്നും സർവകലാശാലയിൽ പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞിട്ടും വകവച്ചില്ലെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളെ BJPയുടെ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സർവകലാശാല നിയമം അനുസരിച്ചാണെങ്കിൽ സിൻഡിക്കേറ്റിനാണ് ഭരണപരമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉള്ളത്. ആ അധികാരങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. പ്രതിഷേധം ഉണ്ടെന്നറിഞ്ഞിട്ട് പോലും അതിനെ വകവയ്ക്കാതെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം വരികയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും ഹാൻസ് ജോണും നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം ആദ്യം VS അനുവിലേക്കാണ്. അനു, ഇപ്പോൾ ഗവർണർ വിശദീകരണം തേടിയിരിക്കുകയാണ് എന്താണ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ വിശദീകരണം വളരെ വേഗത്തിൽ തന്നെ നൽകേണ്ടി വരുമല്ലോ. ആരോടാണ് വിശദീകരണം തേടിയത്? VC-യോടാണ് എങ്കിൽ ഡോക്ടർ സിസ തോമസ് ആണല്ലോ ഇപ്പോൾ താൽക്കാലിക ചുമതലയിൽ ഉള്ളത്. വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഗവർണറുടെ രാജ്ഭവന്റെ തീരുമാനത്തിന് പിന്നിൽ? ബിനിൽ, അസാധാരണ സംഭവങ്ങളാണ് ഇന്നലെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും അതേസമയം മറ്റൊരു നീക്കവുമായി ഇപ്പോൾ രാജ്ഭവൻ നടത്തിയിരിക്കുന്നു. അതായത് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഒരു റിപ്പോർട്ട് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അത്രയും വേഗം ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള അല്ലെങ്കിൽ വൈസ് ചാൻസലർ ചുമതല ഇപ്പോൾ വഹിക്കുന്ന സിസ തോമസിന് നൽകിയിരിക്കുന്നത്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവിടെ അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ രാജ്ഭവൻ ഇപ്പോൾ വൈസ് ചാൻസലറോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഗവർണർ RV ആർലേക്കർ ഇപ്പോഴുള്ളത് ഉപരാഷ്ട്രപതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും അതേ ഇപ്പോൾ ആലുവയിലാണ് ഉള്ളത്. മടങ്ങിയെത്തിയ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അപ്പോഴേക്കും റിപ്പോർട്ടും ലഭിക്കണം. ആ റിപ്പോർട്ട് ലഭിച്ചാൽ അതിൽ എന്ത് തീരുമാനം തുടരുക ഹാൻസ് തുടരുക.